എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ 1000ാമത്തെ എപ്പിസോഡിൽ ഞാൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. പേര് കേൾക്കുമ്പോൾ പേടിക്കണ്ട, വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, പിന്നെ വഴറ്റേണ്ട, ഒന്നും ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ചിക്കനാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നാട്ടിലൊക്കെ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ചിക്കനാണ് അല്ലേ. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ് നമ്മുടെ മൃണാളിൻ്റെ വ്ളോഗ് കണ്ടിട്ട് ജാൻ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രൈ ചെയ്തപ്പോൾ നോക്കിയപ്പോൾ തന്നെ ചേട്ടന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്രോസാൻഡ് ഒരുപാട് പേര് കണ്ടിട്ടുള്ളവർ കുറച്ച് പേര് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായ അഫ്ഗാനി ചിക്കൻ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ഫ്രഷ് ചിക്കൻ ആണ്. ഞാനിത് 4 പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ വലിയ പീസസ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി കട്ട് എന്ന് പറഞ്ഞാൽ അവർ കട്ട് ചെയ്ത് തരും. അപ്പോൾ ഒരു 8 പീസ് ഉണ്ടാവും. ഇതിപ്പോൾ ഒരു 4 പീസാണ് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അതായത് ചെറിയ പീസസ് ആണെങ്കിൽ ചെറിയ പീസസ് ആയിട്ട് മുറിക്കാവുന്നതേ ഉള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ചിക്കൻ. അത് ബോൺലെസ് ആണ്, ചിക്കൻ ബ്രസ്റ്റ് മാത്രം. അപ്പോൾ ഞാൻ ഇതേപോലെ മീഡിയം പീസസ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്കാണ് കൂടുതൽ എന്താ പറയുക മസാലയൊക്കെ പിടിക്കാൻ ഏറ്റവും ബെസ്റ്റ്. പക്ഷേ വീഡിയോയ്ക്ക് വേണ്ടി ഞാനിവിടെ വലിയ പീസസ് ആയിട്ട് മുറിച്ചു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഈ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം തൈരും ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ടുള്ള വെള്ളത്തിലോട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഇട്ട് വെക്കുകയാണെങ്കിൽ, സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടിരിക്കും ഈ റെസിപ്പി പ്രകാരം. പക്ഷേ ഞാൻ എപ്പോഴും തൈരിൽ സോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ചിക്കൻ്റെ പീസസ് ആണെങ്കിലും വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഇതുപോലെ വരയണം, ഗ്യാസസ് ഇടണം. എന്നാൽ മാത്രമാണ് നമ്മൾ പുരട്ടുന്ന മസാലയൊക്കെ ഇതിലോട്ട് നന്നായിട്ട് അങ്ങ് പിടിക്കുകയുള്ളൂ കേട്ടോ. 4 പീസിലും ഞാൻ ഇതുപോലെ വരഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും നന്നായിട്ട് വരയണം, അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഒട്ടും തന്നെ വെള്ളമില്ലാത്ത ചിക്കനാണ്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. 2 മാരിനേഷൻ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മാരിനേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ തൽക്കാലം ചിക്കൻ മാറ്റി വയ്ക്കാം. വലിയ ബൗൾ എടുക്കുക. ആ ബൗളിലോട്ട് ആദ്യം തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. പെപ്പർ പൗഡർ ഒരുപാട് വേണ്ട. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഓൾറെഡി നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ പച്ചമുളക് അരച്ചത്, 1 ടീസ്പൂണാണ്. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങാനീര്. നിങ്ങളുടെ അടുത്ത് ചെറുനാരങ്ങാനീര് ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗർ ചേർത്ത് കൊടുക്കുക. പക്ഷേ ചെറുനാരങ്ങാനീര് തന്നെയാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഒലിവ് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. അതിനുശേഷം മാത്രമേ ഞാൻ ചിക്കൻ ഇടാറുള്ളൂ. ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ടങ്ങ് പുരട്ടി എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ അടച്ച് വെക്കാം. അപ്പോൾ ദാ 4 പീസിലോട്ട് നന്നായിട്ട് ഞാൻ മസാല പരട്ടി കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജില്ലാത്തവർ അടച്ച് പുറത്ത് വെച്ചാലും മതി. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ അരമണിക്കൂർ, പുറത്ത് വെക്കണമെങ്കിൽ 1 മണിക്കൂർ കേട്ടോ. ആദ്യത്തെ മാരിനേഷൻ ചെയ്തിട്ട് നമ്മൾ അരമണിക്കൂറായിട്ടുണ്ടെങ്കിൽ ഇതിന് വീണ്ടും നമുക്ക് മാരിനേഷൻ ചെയ്യണം. ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വേണ്ടത് തൈരാണ്. ഞാനിവിടെ 4-5 ടേബിൾ സ്പൂൺ തൈര് ഒരു അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറായി ഞാനിങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ താഴെ ഇങ്ങനെ വെള്ളം വന്നോളും. അപ്പോൾ ഈ വെള്ളം കളയണം. ഇതുപോലെ വെള്ളം ഒട്ടുമില്ലാത്ത നല്ല കട്ട തൈരാണ് നമുക്ക് ഇതിനാവശ്യം. അപ്പോൾ ഇതിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കശുവണ്ടിയുടെ പേസ്റ്റ്, അതായത് കാഷ്നട്ട് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം ചേർത്ത് അരച്ചിട്ടുള്ള പേസ്റ്റ് ആണ് കേട്ടോ. ആദ്യമേ തന്നെ നമുക്കൊരു 15 കാഷ്നട്ട് എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക, ഒരു 10 മിനിറ്റ്. ആ സമയം കൊണ്ട് അത് നന്നായിട്ട് സോഫ്റ്റ് ആയിക്കോളും. അതിനുശേഷം ഒരു അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കാഷ്നട്ട് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഫ്രഷ് ക്രീമാണ്. നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ഉപയോഗിക്കാം, ഡബിൾ ക്രീം ആണെങ്കിൽ ഉപയോഗിക്കാം, സാധാരണ ഫ്രഷ് ക്രീം ആണെങ്കിൽ ഉപയോഗിക്കാം. അത് ചേർത്ത് കഴിഞ്ഞാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് കട്ടിയായിട്ടുള്ള പാല് ഒഴിച്ചാലും മതിയാവും. 3 ടേബിൾ സ്പൂൺ കേട്ടോ. ചില ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് എന്നോട് ചോദ്യങ്ങൾ വരാം. പക്ഷേ ചില ഇൻഗ്രീഡിയൻസ് ചേർത്താൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ള അഫ്ഗാനി ചിക്കൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. ഓൾറെഡി നമ്മൾ ആദ്യത്തെ മാരിനേഷനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനിയും ഇതിലോട്ട് വീണ്ടും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ പച്ചമുളകിന്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് എരിവ് അനുസരിച്ച്, സാധാരണ ഇതിൽ അത്ര എരിവ് ഉണ്ടാവാറില്ല, പക്ഷെ നമ്മളുടെ ടേസ്റ്റ് ബഡ്സിനനുസരിച്ചല്ലേ മാറ്റം വരുത്തേണ്ടത്. അതുകൊണ്ട് അത്യാവശ്യം എരിവുള്ള രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്ര എരിവ് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് പച്ചമുളക് ചേർത്താൽ മതിയാവും. അതും ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂണോളം ജീരകം, നല്ല ജീരകം, ക്യൂമിൻ പൗഡർ, ഏലക്കാപ്പൊടി 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പിന്റെ അളവ് നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പം എന്തെങ്കിലും കുറവ് പോലെ തോന്നുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ. പിന്നെ പെപ്പർ പൗഡർ വീണ്ടും ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മൊസറല്ല ചീസ്. നിങ്ങളുടെ അടുത്ത് ഉള്ള ഏത് ചീസ് ആണെങ്കിലും, മൊസറല്ല ചീസോ സാൻഡ്വിച്ചിന്റെ ഉള്ളിൽ വെക്കുന്ന ചീസൊക്കെ ഇല്ല, അതായാലും കുഴപ്പമില്ല. സോഫ്റ്റും ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കണക്ക്. ഇതില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഗ്ലേസിങ് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് കേട്ടോ. മൊസറല്ല ചീസ് ഷ്രെഡഡ് ആയിട്ട് കിട്ടാറില്ല, അങ്ങനെയായാലും മതി. അപ്പോൾ നമുക്ക് അതും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്ത പോലെ തന്നെ ഞാൻ റിഫൈൻഡ് ഓയിൽ 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിക്കരുത്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മളുടെ മാരിനേറ്റ് ചെയ്തിരിച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് 1 മണിക്കൂറെങ്കിലും മിനിമം, അതല്ലെങ്കിൽ 12 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അടിപൊളി, എരിവ് നന്നായിട്ടുണ്ട്. എരിവുണ്ടെങ്കിലാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരിക കേട്ടോ. ഞാനിതിൽ ഒരു നുള്ളു പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാര ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. 1/4 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. പഞ്ചസാര ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. തൈരിന് ഒരുപാട് പുളിയൊന്നുമില്ല, ചെറിയ പുളിയുള്ള തൈരാണേ. അപ്പം എല്ലാ ഭാഗത്തേക്കും ഇതും നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ മിനിമം 1 മണിക്കൂർ, അതല്ലെങ്കിൽ 12 മണിക്കൂർ. ഇത് നമ്മൾ ഈസി മെത്തേഡിലാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കുക്കറിലാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് സമയമായി. ഞാൻ ശരിക്കും വിചാരിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യാന്നാണ്. പക്ഷേ ഇന്നലെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാനത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ഒരു 12 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. 12 മണിക്കൂറിന് ശേഷമാണെങ്കിൽ മക്കളെ ഇതിൻ്റെ ഉള്ളിൽ നല്ല മസാലയൊക്കെ പിടിച്ച് പിന്നെ പരിവായിരിപ്പുണ്ട്. ഇത് നമ്മൾ ഈസി മെത്തേഡിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുക്കറിലാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം അതിന് വേണ്ടി ഒരു കുക്കർ എടുക്കുക. അതിലോട്ട് ഈ ഗ്രേവി അടക്കം മൊത്തത്തിൽ ഈ സംഭവം ഇട്ട് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 ഗ്ലാസ് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കഴിഞ്ഞതിന് ശേഷം അതിന്റെ കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യാം. ദേ നമ്മുടെ ചിക്കൻ നല്ല കുട്ടപ്പനായി വെന്തിട്ടുണ്ട്, നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ ഓൺ ചെയ്യുക. 5 മിനിറ്റ് നേരത്തോളം കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ പീസസ് എടുത്ത് ഗ്രില്ല് ചെയ്യണം. നമ്മുടെ ചിക്കൻ 5 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമുക്കിത് എടുക്കാം. ചിക്കൻ്റെ പീസസ് മാത്രം കോരി അങ്ങ് വെക്കാം ഒരു വേറെ പ്ലേറ്റിലോട്ട്. എന്നിട്ട് ഈ സോസ് ഒന്ന് വറ്റിച്ചെടുക്കണം. അതാണ് നമ്മുടെ ഇതാണ് അത്ര അതിൻ്റെ ടേസ്റ്റ്. ഇതിൽ നമുക്ക് 4 പീസല്ലേ ഉള്ളൂ. ചെറുതാക്കുകയാണെങ്കിൽ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ചിക്കൻ ബ്രസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് നിറച്ച് ചിക്കൻ്റെ പീസസ് അങ്ങനെ പൊടിഞ്ഞു പോകും. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാന്ന് പറയും ഈ സോസിന്. അപ്പോൾ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ. ഗ്രേവി ഇതുപോലെ തിക്കായിട്ടുണ്ട് കേട്ടോ. ആ ബട്ടറും കൂടെ കിട്ടപ്പോൾ സൂപ്പർ ടേസ്റ്റി ഗ്ലേസിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. കാരണം ഇച്ചിരി കൂടെ ചൂടാറുമ്പോൾ കുറേയും കൂടെ തിക്കായിട്ട് മാറും. ഇനി നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാം. ഗ്രില്ല് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നില്ലെങ്കിൽ വെറുതെ നമ്മുടെ പാത്രത്തിൽ വെച്ചിട്ട് തന്നെ തിരിച്ചു മറിച്ചിട്ട് അങ്ങ് ഒട്ടും തന്നെ എണ്ണ ഒഴിക്കാണ്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഗ്രില്ല് ഉണ്ടെങ്കിൽ ഗ്രില്ലിൽ ചെയ്യാം. ബേക്ക് ചെയ്യണമെങ്കിൽ ബേക്ക് ചെയ്യാം. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പാനാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതൊന്ന് ചൂടാവട്ടെ. അതിലോട്ട് നമുക്ക് ഓരോ പീസും സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. കാരണം ഒരുപാട് കൺജസ്റ്റ് ആയിട്ട് ഇടണ്ട. അപ്പോൾ അതിന്റെ താഴെ ഒരുപാട് ഡാർക്ക് ആക്കണ്ട കേട്ടോ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കട്ടി കൂടും നമ്മുടെ ചിക്കൻ, ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു മറിച്ച് ഒന്ന് ഗ്രില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ സോസ് ഇല്ലേ, ആ സോസ് ഇതിന്റെ മേലേക്ക് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മറക്കിനേക്കാളും മുമ്പായിട്ട് ഞാൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ആ സോസ്. അപ്പോൾ പൊട്ടിത്തെറിക്കും, ഒന്ന് മാറി നിന്നോളൂ. വീണ്ടും ഈ സൈഡിലും ആ സോസ് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ചും കിട്ടാൽ മതി കേട്ടോ. വളരെ ഈസിയാണ് ചെയ്യാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് തീയിൽ വെക്കാം. പക്ഷെ എന്ത് പറ്റുന്ന വെച്ചാൽ അതിന്റെ ആ സോസൊക്കെ നമ്മുടെ അടുപ്പിലോട്ട് വീഴും.
അതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത് നല്ലത്. അല്ലെങ്കിൽ പുറത്തൊക്കെ ഗ്രില്ല് ചെയ്തെടുക്കാം. പക്ഷെ ആദ്യത്തെ നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതങ്ങ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതേപോലെ തന്നെ എല്ലാം ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. വലിയ ചിക്കൻ്റെ പീസസ് ഒക്കെ നമ്മൾ ഗ്രില്ല് ചെയ്തിട്ട് ഇത് ഞാൻ ആദ്യം ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക്. ചെറിയ പീസസ് അത് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ചെറിയ പീസാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതും സോസിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അഫ്ഗാനി ചിക്കൻ ഇതാ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോസ് കൂട്ടിയിട്ടാണ് നോർമലി ഇത് കഴിക്കുക. തനിയെ ഒരു പാത്രത്തിലെടുത്ത് വെക്കുക. എന്നിട്ട് ഈ സോസ് കൂട്ടി കഴിക്കണം നിർബന്ധമൊന്നുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ അത് കഴിക്കുക, അതല്ലെങ്കിൽ തനിയെ കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം അറിയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായ റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എനിക്ക് പേഴ്സണലി ചിക്കൻ ഭയങ്കര ഇഷ്ടമായി. ഗ്രേവിനേക്കാളും കൂടുതൽ ചിക്കൻ ഒറ്റയ്ക്ക് കഴിക്കാൻ ഇഷ്ടമായി. ഓരോരുത്തർക്കും ഓരോരുത്തർ ഇഷ്ടം. ചിക്കൻ ഇഷ്ടമായി. മതി. അനന്തുവിന് ഗ്രേവിയെ കൂടുതൽ ഇഷ്ടമായി. അനന്തു എന്റെ കൂട്ടത്. ഇവര് സെർവ് ചെയ്യുന്നത് തന്നെ ഗ്രേവി ഇട്ടിട്ട് അതിന്റെ മുകളിൽ ചിക്കൻ വെക്കുന്നതാ. അങ്ങനെയാണ് ഗ്രില്ല് ചെയ്തിട്ട് സെർവ് ചെയ്യുന്നത്. ചിക്കനിൽ കുറച്ചും കൂടെ മസാല വരും. അപ്പോൾ ഗ്രേവിയാണ് അതിന്റെ മുക്കിയിട്ടാണ് അവർ കഴിക്കുന്നത്. അപ്പൊ ഞാനാണ് ഓർഡർ നന്നായിട്ട് ഹാപ്പി ആയില്ലേ? താങ്ക് യു.